വെൽക്കം ടു സഗീസ് കിച്ചൺ. ഇന്ന് നമുക്ക് മുരിങ്ങക്കായും മാങ്ങയും ഇട്ടിട്ടുള്ള പരിപ്പ് കറി ഉണ്ടാക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു മാങ്ങ, പുളിയുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. പുളിയുടെ അനുസരിച്ച് മാങ്ങ എടുക്കാം. പിന്നെ ഒരു മുരിങ്ങക്കായ അതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് 1/2 കപ്പ്, അതിലേക്ക് 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക് നടു കീറിയിട്ട് കഴിക്കാണ്, കരിവേപ്പില, 1/2 കപ്പ് തേങ്ങ ചെരുകിയത്, ഒരു സ്പൂൺ ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ അളവ് ഇടുമ്പോൾ ഞാൻ പറയാം, ഉപ്പ് ആവശ്യത്തിന്, കറി കാച്ചാൻ വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പ് ഒരു 2 വിസിലിൽ വേവിച്ചെടുത്ത ശേഷം നമുക്ക് മാങ്ങയും മുരിങ്ങയും ഇട്ട് കൊടുക്കാം. ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം പരിപ്പ് 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില. കുറച്ച് നമുക്ക് കറി കാച്ചുമ്പോൾ ഇടാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ, ഉപ്പ്, പിന്നെ പരിപ്പ് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പരിപ്പ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാങ്ങയും മുരിങ്ങയും ഇട്ട് വേവിച്ചെടുക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. പരിപ്പ് വേവന വരെ വെയിറ്റ് ചെയ്യാം. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് 1/2 കപ്പ് നാളികേരം, ജീരകം ഇട്ട് 1 സ്പൂൺ ജീരകവും ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം, നൈസായിട്ട് ഇത് അരച്ചെടുക്കാം. നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ മാങ്ങയും മുരിങ്ങയും ഇട്ട് കൊടുക്കാം. ഈ മാങ്ങയും മുരിങ്ങയൊന്ന് വെന്ത് വരട്ടെ. തേങ്ങയും ജീരകവും അരച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കും. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കറി കാച്ചാം. മാങ്ങയും മുരിങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി കാച്ചാം. ഞാൻ അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില,
മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം.